എറണാകുളം ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഇടഞ്ഞ ആനയെ തളച്ചു. ഉത്സവ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനയാണ് ഇടഞ്ഞത്. ആന നിരവധി വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, ഏറെ പണിപ്പെട്ടാണോ ആനയെ തളച്ചത്? തീർച്ചയായും ദിവ്യ, അതായത് ഏകദേശം 2.5 മണിക്കൂറിലധികം നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ ഇപ്പോൾ തളച്ചിരിക്കുന്നത്. ഏകദേശം 5 മണിക്ക് ശേഷമാണ് ഈ ആന ഇടക്കൊച്ചി ക്ഷേത്രത്തിൽ ഈ ഇടഞ്ഞത്. ഈ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ഉത്സവ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആനയായിരുന്നു. ഇതിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ കൊണ്ടുവരുന്ന വഴിക്കാണ് ഈ ആന ഇടഞ്ഞത്. ഇത് പിന്നീട് വലിയ തോതിൽ അക്രമാസക്തനാവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ തല്ലി തകർത്തു. ഒപ്പം ഈ മതിലൊക്കെ തകർത്തിരുന്നു. പൂർണ്ണമായും 3 വാഹനങ്ങൾ ഈ ആന തല്ലി തകർത്തു. അതിനിടയ്ക്ക് ഈ ആനയെ തളയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇതിന്റെ ഒന്നാം പാപ്പാന് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറേയേറെ നേരമായി എലിഫന്റ് സ്ക്വാഡും പോലീസും പാപ്പാന്മാരും ചേർന്ന് ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പലതവണയും ഈ വടം കെട്ടി ആനയെ തളയ്ക്കാൻ ശ്രമിച്ചപ്പോഴും ഇത് വടം പൊട്ടിച്ച് ഓടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ക്ഷേത്രത്തിന് പുറത്തേക്ക്, ഈ ക്ഷേത്ര പരിസരത്തിന് പുറത്തേക്ക് ഈ ആന പോകാതിരുന്നത്, അല്ലെങ്കിൽ ഇറങ്ങി ഓടാതിരുന്നത് വലിയ തോതിലുള്ള ഒരു ദുരന്തം ഒഴിവാക്കിയെന്ന് തന്നെ പറയാം. കാരണം പ്രത്യേകിച്ച് 200 മീറ്റർ മാറിക്കഴിഞ്ഞാൽ സംസ്ഥാന പാതയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആന പുറത്തേക്ക് ഓടാതിരുന്നത് വലിയ തോതിലുള്ള ദുരന്തം ഒഴിവാക്കി. ഒപ്പം തന്നെ ഈ സംസ്ഥാന പാതയിലേക്ക് അടക്കം ആന ഓടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ പോലീസ് എടുത്തിരുന്നു. ആളുകളെയൊക്കെ തന്നെ ഇവിടുന്ന് ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറെ നേരം പണിപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിരവധി വാഹനങ്ങളാണോ തകർത്തത്? നിതിൻ, തീർച്ചയായും ദിവ്യ, ഈ തുടക്കത്തിൽ ആന വലിയ അക്രമാസക്തനായിരുന്നു. ഈ നിരവധി വാഹനങ്ങൾ ആന കൺമുൻപിലുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ ആന തകർത്തു. ഇതിൽ 3 വാഹനങ്ങൾ ആന പൂർണ്ണമായും തകർത്തിരുന്നു. ഒപ്പം ഈ അവിടെ ഉണ്ടായിരുന്ന മതിലുമൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില മതിലുകളൊക്കെ ആന ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നീട് ഈ ആന തുടക്കത്തിൽ വലിയ അക്രമാസക്തനായിരുന്നെങ്കിലും പിന്നീട് ശാന്തനാവുകയായിരുന്നു. പിന്നീട് ഈ വടം കെട്ടാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് ആന അവിടെ നിന്നും ചെറിയ തോതിലെങ്കിലും പാപ്പാന്മാർക്ക് നേരെ ഓടിയെടുക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും ഇപ്പോൾ ആന ശാന്തനാണ്. ഈ പാപ്പാന്മാർ കൊടുത്ത വെള്ളം ആന കുടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പാപ്പാന്മാർ ഇട്ടുകൊടുത്ത പട്ടയമെല്ലാം തന്നെ ആന ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആന ശാന്തനാണ്. കാരണമായത് മതപ്പാടുള്ള ആനയാണോ? മതപ്പാടുള്ള ആന അല്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് ഉത്സവ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്ന ആനയാണ്. നാട്ടുകാർ പറയുന്നത് ഈ ആനയെ പാപ്പാന്മാർ മർദ്ദിക്കുന്നത് കണ്ടു, കമ്പ് ഉപയോഗിച്ച് അടിക്കുന്നത് കണ്ടു എന്നൊക്കെയാണ്. പക്ഷെ അക്കാര്യത്തിൽ നമുക്ക് ഒരുപക്ഷെ പോലീസിൽ നിന്നോ എലിഫന്റ് സ്ക്വാഡിൽ നിന്നോ കൂടുതൽ ഒരു വിശദീകരണം ഒക്കെ വരേണ്ടതുണ്ട്. പക്ഷെ ഇത്തരത്തിൽ സംഭവമാകാം. പ്രത്യേകിച്ച് ഈ പാപ്പാന്മാർ മർദ്ദിക്കുമ്പോൾ ചില സമയത്ത് ആന ഇങ്ങനെ ഇടയാറുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ പാപ്പാന്മാർ മർദ്ദിച്ചിരുന്നു എന്ന് നാട്ടുകാർ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിൽ നിന്നോ എലിഫന്റ് സ്ക്വാഡിൽ നിന്നോ ഒക്കെ വരേണ്ടതുണ്ട്. ഏതായാലും ഈ ആന മതപ്പാടിലല്ല എന്നായിരുന്നു മനസ്സിലാക്കുന്നത്. നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. ദിവ്യ, എറണാകുളം ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ഏറെ നേരം ആന ഭീതി പരത്തി. മണിക്കൂറുകളെടുത്ത് ഇപ്പോൾ ആനയെ തളച്ചിരിക്കുകയാണ്. ആളുകൾക്കൊന്നും പരിക്കില്ല. പക്ഷേ നിരവധി വാഹനങ്ങൾ ആന തകർത്തിട്ടുണ്ട്.